കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആനന്ദ ബോസ്. ബംഗാൾ സുരക്ഷിതമല്ലെന്ന് ആനന്ദ ബോസ് പറഞ്ഞു. ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുമായും കൂടിക്കാഴ്ച നടത്തും. അതേസമയം കേസിൽ ചോദ്യം ചെയ്ത മുൻ പ്രിൻസിപ്പൽ സന്ദേശ് ഘോഷ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ദിനത്തോടനുബന്ധിച്ച സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം നടക്കും. സുവി വിശ്വാസം ചെയ്ത് സുവി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്ന് മനസ്സിലാകുന്നു. സർക്കാർ ചില നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു, പക്ഷെ അതിലൊന്നും ഇവർ തൃപ്തരല്ല പ്രതിഷേധക്കാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാൾ ഗവർണറുടെ അഭിപ്രായം കൂടി, വലിയ തോതിലുള്ള വിമർശനം കൂടി വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും അനുനിമിഷം കൊൽക്കത്തയിലെ പ്രൊട്ടസ്റ്റ് പ്രതിഷേധം അത് വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ശക്തമായി മാറുന്നു. ഇന്നലെയാണ് വലിയ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ പോലീസും പ്രതിഷേധക്കാരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നിലവരെ ഉണ്ടായി. ഏതായാലും ഏറ്റുമുട്ടുന്ന രീതിയിൽ വരെ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ വലിയ തോതിൽ കൊണ്ടുപിടിച്ച ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുവി തുടരാം. ഏതായാലും കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. ഗവർണർ ആനന്ദബോസ് വലിയ വിമർശനം ബംഗാൾ സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. സുവി, ഈ ബംഗാൾ സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ വിമർശനം ആദ്യമല്ല, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചു പറയുന്നു. ബംഗാൾ സുരക്ഷിതമല്ല എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാ തലവൻ തന്നെയാണ്. മമതാ സർക്കാരുമായി നേരത്തെ ഏറ്റുമുട്ടിയിട്ടുള്ള ആൾ കൂടിയാണ്. ഈ വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അടക്കം ധരിപ്പിക്കാനുള്ള നീക്കത്തിലാണോ ഗവർണർ? തീർച്ചയായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അടക്കം ഈ വിഷയം ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് CV ആനന്ദബോസ് ഉള്ളത്. അദ്ദേഹം അമിത്ഷായുമായും ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുമായും കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബംഗാൾ സുരക്ഷിതമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി മമതാ ബാനർജിയുമായി ഗവർണർ ഇടഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. പല വിഷയങ്ങളിലും ഇടയുന്ന കാഴ്ച കാണാമായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ബംഗാൾ ഒട്ടും സുരക്ഷിതമല്ല, പോലീസിനെ ഈ ഒരു പ്രൊട്ടസ്റ്റ്, ഈ ഒരു പ്രതിഷേധം ശമിപ്പിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നൊരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. TMC MP-യുടെ ഭാഗത്ത് നിന്ന് TMC പ്രധാനമായും പറയുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റ് അത് മമതാ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ BJP-യും ഇടതുപക്ഷവും ശ്രമിക്കുന്നു എന്നാണ് TMC-യുടെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. BJP പറയുന്നത് മമതാ സർക്കാരിന് ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ല, മമത രാജിവെക്കണം എന്നൊരു കാര്യം BJP-യുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് ഇന്ന് പ്രതിഷേധം ഉണ്ടാവുക. ദില്ലിയിലാണ് പ്രതിഷേധം നടക്കുക. ഇന്നലെ ബംഗാളിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ ആയിരുന്നു പ്രതിഷേധം ഉണ്ടായത്. ഇന്നലെ ഡ്യൂറൻ കപ്പ് ടൂർണമെന്റ് മാറ്റിവെക്കുന്ന സാഹചര്യം വരെ കൊൽക്കത്തയിൽ അരങ്ങേറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ CV ആനന്ദബോസ് രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണുള്ളത്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, ബംഗാൾ സുരക്ഷിതമല്ല എന്ന് പറയുന്നത് ബംഗാളിന്റെ ഗവർണറാണ്. ഒപ്പം ഈ വിഷയം, ഈ ഹർജി പ്രിൻസിപ്പൽ നൽകിയിട്ടുണ്ടല്ലോ, അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള. ഒപ്പം സുപ്രീം കോടതി ഈ വിഷയം സ്വമേധയാ പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള വിവരവുമുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് ഡോക്ടർമാരുടെ ഇപ്പോൾ ഏത് തലത്തിലാണ്? ചില ആശ്വാസ നടപടികൾ എന്ന തരത്തിൽ ചില സുരക്ഷാ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതിലും അവർ ഈ പറഞ്ഞതുപോലെ പിന്മാറുന്നില്ലേ സമരത്തിൽ നിന്ന്? സ്ത്രീകളെ അനുകൂലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കായി ചില പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് ഈ സമരത്തിനെതിരെ കണ്ണിൽ പൊടിയിടുന്ന പ്രവർത്തനം മാത്രമാണ് എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായും പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം മുൻ പ്രിൻസിപ്പാൾ സന്ദേശ് ഘോഷിനെ ചോദ്യം ചെയ്തിരുന്നു. 3 ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് CBI വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തന്നെ ഈ അകാരണമായി ചോദ്യം ചെയ്യുകയാണ്, തന്നെ
വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, തന്നെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഹർജി ഇന്ന് തന്നെ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് അന്വേഷണവും അതിന്റെ ഭാഗമായി പുരോഗമിക്കുകയാണ്. ഇന്നലെ കൊൽക്കത്തയിലെ ഈ ആശുപത്രിയിലെത്തി 3D മാപ്പിംഗ് CBI നടത്തിയിരുന്നു. ഈ പെൺകുട്ടി, ഈ യുവ ഡോക്ടർ കൊല ചെയ്യപ്പെട്ട കോൺഫറൻസ് ഹാളിന് മുമ്പിലായിരുന്നു. കോൺഫറൻസ് ഹാൾ ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു CBI ഇത്തരത്തിൽ ഒരു 3D മാപ്പിംഗ് നടത്തിയത്. ഏതായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റായിയുടെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലും CBI വ്യക്തത തേടുകയാണ്. ഏതായാലും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല. അതേസമയം പ്രൊട്ടസ്റ്റ് ഈ ഒരു ജനം തെരുവീതിയിൽ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധക്കാരെ അറസ്റ്റ് നീളുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കടുത്ത ജനരോഷമാണ് ബംഗാളിൽ ഉയർന്നു കേൾക്കുന്നത്. ഇന്നും ജനം തെരുവീതിയിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. രഞ്ജിത്ത്. ശരി.